പിറന്ന നാടിന്റെ കുളിർമയും വളർന്ന വീടിന്റെ സുരക്ഷിതത്വവും ഒക്കെ ഉപേക്ഷിച്ച് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഒരു വലിയ പ്രവാസി സമൂഹം ഇന്ന് ഈ മരുഭൂമിയിൽ ചൂടിനോട് പൊരുതുന്നുണ്ടെങ്കിൽ അതിനു കാരണം ഉണർന്നെഴുന്നേറ്റിരുന്നപ്പോൾ നാം എന്നോ കണ്ട ചില സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ വേണ്ടിയാണ്. എന്നാൽ ഈ യാത്രയിൽ നമ്മുടെ മുൻപിൽ തടസ്സമായി നിൽക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. മലയാളികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 21-ാം നൂറ്റാണ്ടിന്റെ ലോകഭാഷ എന്നറിയപ്പെടുന്ന ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രാവീണ്യമില്ലായ്മയാണ്. 4 ആളുകളുടെ മുമ്പിൽ നിവർന്നു നിന്ന് കോൺഫിഡൻസോടെ ഉള്ളിലുള്ള ആശയത്തെ വ്യക്തമായി സുതാര്യതയോടെ ഇംഗ്ലീഷിൽ അവതരിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? വളരെ പ്രതീക്ഷയോടെ പങ്കെടുത്ത ഇന്റർവ്യൂവിൽ ഇംഗ്ലീഷിൽ വേണ്ടവിധം സംസാരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് നഷ്ടപ്പെട്ടു പോയ ഒരു ജോലി, മീറ്റിങ്ങുകളിൽ പങ്കെടുത്തപ്പോൾ എൻ്റെ ആശയങ്ങളെ വ്യക്തമായി ഇംഗ്ലീഷിൽ അവതരിപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ട് കൈവിട്ടു പോയ ഒരു പ്രൊമോഷൻ, ഇങ്ങനെ ഒട്ടനവധി അവസരങ്ങൾ എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാനിന്ന് മറ്റൊരു വ്യക്തിയായി തീരുമായിരുന്നു എന്ന് ചിന്തിക്കാത്തവർ നമ്മളിൽ വളരെ ചുരുക്കമാണ്. വർഷങ്ങളോളം പാഠപുസ്തകങ്ങളിലൂടെയും ന്യൂസ് പേപ്പറുകളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും ഒക്കെ ഒത്തിരിയേറെ ഇംഗ്ലീഷ് വായിച്ചിട്ടും എന്തുകൊണ്ടാണ് മലയാളികളായ നമ്മൾക്ക് ഇപ്പോഴും ഇംഗ്ലീഷിൽ നന്നായി സംസാരിക്കാൻ സാധിക്കാത്തത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. മലയാള ഭാഷ, നമ്മുടെ മാതൃഭാഷയായ മലയാള ഭാഷ, അത് നമ്മൾ എങ്ങനെയാണ് പഠിച്ചെടുത്തത്? സ്കൂളിൽ പോയി പുസ്തകങ്ങളിൽ അച്ചടിച്ചു വെച്ചിരിക്കുന്ന അക്ഷരങ്ങൾ വായിച്ചു തുടങ്ങുന്നതിന് മുൻപേ തന്നെ നാം മലയാളം സംസാരിക്കാൻ തുടങ്ങിയിരുന്നു. അതെ, സംസാരത്തിന്റെ പിറകിലുള്ള രഹസ്യം അത് വായനയല്ല, നേരെ മറിച്ച് കേൾവിയാണ്. തെറ്റുകൂടാതെ ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷിൽ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. എന്നാൽ അതിനുവേണ്ടി നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ നിന്നും എത്രമാത്രം സമയം നമ്മൾ മാറ്റിവെക്കുന്നുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഇനി അങ്ങനെ കുറച്ച് സമയം മാറ്റിവെച്ച് നാം ഇംഗ്ലീഷ് പഠിക്കാൻ അല്ലെങ്കിൽ കേൾക്കാൻ തയ്യാറായാലോ? നമ്മുടെ താമസ സ്ഥലത്ത്, നമ്മുടെ ജോലി സ്ഥലത്ത്, എന്തിനേറെ പറയുന്നു സ്ഥിരമായി ചായ കുടിക്കുവാൻ പോകുന്ന കാഫറ്റേരിയയിൽ പോലും നമ്മൾ മലയാളികളാണ്. പിന്നെ ആരോട്, എങ്ങനെ, എവിടെ വെച്ച് നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കും? അല്ലെങ്കിൽ ആരിൽ നിന്ന്, എവിടെ വെച്ച് നിങ്ങൾ ഇംഗ്ലീഷ് കേൾക്കും? ഇംഗ്ലീഷ് പഠിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഒത്തുചേരുന്നു. പരസ്പരം ആശയങ്ങൾ പങ്കുവച്ചും തെറ്റുകൾ തിരുത്തിയും അവർ മുന്നേറുന്നു. പ്രായമോ ജോലിയോ വിദ്യാഭ്യാസമോ ഇവിടെ ഒരു പ്രശ്നമല്ല, മറിച്ച് ഒരൊറ്റ ലക്ഷ്യം, ഇംഗ്ലീഷ് പഠിക്കണം. പ്രവാസ ലോകത്തേക്ക് നിങ്ങളെ എത്തിച്ച നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഇനിയും ചിറകുകൾ വെക്കുവാൻ അവസരമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ സ്വാഗതം.